ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് കുറേ വ്ളോഗ്സൊക്കെ എടുത്തു വെച്ചേക്കുവാണ്, പക്ഷേ ഇതുവരെ ഒന്നും എഡിറ്റ് ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു സൺഡേ ആണ്. എന്നും എനിക്ക് സൺഡേ പോലെയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഗീ റൈസും ചിക്കൻ കറിയും വെക്കണം, വീട് ക്ലീൻ ചെയ്യണം, എന്നിട്ട് വൈകിട്ട് ഡാൻസ് ക്ലാസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ആദ്യം തന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, നമുക്കതൊക്കെ കഴുകി വെക്കാം. ഓക്കെ, ആദ്യം നമ്മുടെ എയർ ഫ്രയർ. ഞങ്ങൾ ചിക്കനൊക്കെ ഞാൻ അനിയനെ ഉള്ളു ഇവിടെ, അപ്പോൾ ചിക്കൻ എണ്ണ ഒന്നും ചേർക്കാതെ അങ്ങനെ ഫ്രൈ ചെയ്യുന്നത്, എയർ ഫ്രയറിനകത്ത് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹെൽത്തി ആവാമല്ലോടാ. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നമുക്ക് എല്ലാം എടുത്ത് വെക്കാം. ഇന്നലെ പാത്രം കഴുകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടി. അമ്മ കണ്ടാൽ ഇപ്പം എന്നെ തല്ലും. അത് മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ കൈ പക്ഷെ അത് തട്ടിയിട്ട് ആ ഗ്ലാസിൻ്റെ മുറി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു പോന്തൽ. ആ സമയത്ത് കുറച്ചിങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സീനൊന്നുമില്ല അങ്ങനെ. സോ അതിന് മുന്നേ പാത്രം കഴുകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബിരിയാണി റൈസ് ഉണ്ട്, അത് കുറച്ച് വെള്ളത്തിലെടുത്തിട്ട് അത് കുതിരണം, അപ്പോൾ വേവാൻ എളുപ്പമായിരിക്കും. സോ നമുക്ക് വെള്ളത്തിലെടുത്തിടാം. ചിക്കൻ പുറത്തെടുത്ത് വെക്കാം, എന്നിട്ട് പാത്രം കഴുകാം, എന്നിട്ട് സവാള അരിയും. ഇത്രയാണ് ഇപ്പോഴത്തെ മാസ്റ്റർ പ്ലാൻസ്. ഓക്കെ ബൈ. ഇത്ര അരിയുണ്ട് ഗൈസ്. സോ നമുക്കിടാം. ഇത് ലെവൽ അളവ് ഒന്നും നോക്കാറില്ല, ഇതിങ്ങനെ വെക്കും, ബൾക്കായിട്ട് വെക്കും. 2-3 ദിവസത്തേക്ക് കഴിക്കാൻ കാണും. സോ അനിയനത് കഴിക്കാനും പറ്റും. അപ്പം നമുക്കിത് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ വാഷ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ വാഷ് ചെയ്തെടുക്കാം. എല്ലാവരും ഇങ്ങനെയാണോ ഗീ റൈസ് വെക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ വെക്കേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. കുറച്ച് നെയ്യിരിപ്പുണ്ട്, പിന്നെ സവാള അരിഞ്ഞിട്ട് ഞാൻ നോർമലി എളുപ്പത്തിൽ വെക്കുന്നൊരു ഗീ റൈസ്, തട്ടിക്കൂട്ട് ഗീ റൈസ്, അത്ര ഉള്ളു. ഇത് വെന്ത് കഴിഞ്ഞിട്ട് സവാള കാരമലൈസ് ചെയ്ത സവാള ഇല്ലേ, അതും ഇട്ട് നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ദം പോലെ ചെയ്യും, എന്നിട്ട് തുറക്കും. ഗീ റൈസ് റെഡി. ദാറ്റ്സ് ഓൾ. പാത്രങ്ങൾ കഴുകാം. രാവിലെ ഞാനൊരു ഏത്തക്ക ഒഴിച്ചു. സോ കുറച്ച് കഴിയുമ്പോൾ വാട്ടർമെലൺ ജ്യൂസ് അടിച്ചു കുടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഹെൽത്തിയുടെ മാർക്കറ്റിൽ പോകും, പിന്നെ അൺഹെൽത്തി ആയിട്ട് ചോറും കുഞ്ഞുമ്മ എന്തെങ്കിലും വിളിച്ച് കഴിയുമ്പോൾ ചോറും അങ്ങനത്തെ ഒക്കെ കഴിക്കാറുണ്ട്. സോ നമുക്ക് നമ്മുടെ വെയിറ്റ് ഒരു 10-15 കിലോയും കൂടെ കുറയ്ക്കണം, എന്നാലേ സെറ്റ് ആവുള്ളൂ ഗൈസ്. ബാക്കിയുള്ള വീഡിയോസൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യുന്നത് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പറ്റില്ല. ഈ വീഡിയോ വരുമെന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് കയറി എല്ലാം ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. അസുഖമാണ് ഗൈസ്, വല്ലാത്തൊരു അസുഖം. ഇന്നലെ ഞങ്ങൾ ഇവിടെ ക്രീം ഉണ്ടായിരുന്നേ, ഫ്രഷ് ക്രീം വെച്ചിട്ട് ക്രീമി ചിക്കൻ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പി പ്രത്യേകിച്ചൊന്നുമില്ല. വേണമെന്നുള്ളവർ ആരും കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലാതെ എൻ്റെ വീഡിയോസൊന്നും അങ്ങനെ ആരും കാണത്തില്ലെന്ന് എനിക്കറിയാം. ഒരു 100 പേര് കണ്ടാൽ അതിൽ 10 പേരായിരിക്കും ലൈക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് ദ സാഡ് ലൈഫ് ഓഫ് എ കണ്ടന്റ് ക്രിയേറ്റർ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ല ഉള്ളു ഗൈസ്, എനിക്ക് സമയമുണ്ടല്ലോ. സെറ്റാക്കാം. നമ്മൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് ഡാൻസ് ക്ലാസ്സിന് പോകുന്നത്. അപ്പോൾ കോസ്റ്റ്യൂംസും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ എല്ലാം കൊണ്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഫോണിൽ ചാർജിലിട്ട് ബൈ. ചിക്കൻ കറിക്കുള്ള സവാളയും പച്ചമുളകും അരിഞ്ഞ് കടുകും പൊട്ടിച്ചിട്ട് ഞാൻ വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. എന്നാൽ നോർമൽ ഒരു ചിക്കൻ കറി അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ചോറിൻ്റെ കാര്യത്തിലൊരു സ്ലൈറ്റ് ചേഞ്ച്, ചിക്കൻ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സോയാബീൻ കൊണ്ട് എടുത്ത് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മസാലയൊക്കെ പരട്ടിയിട്ട് എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ചോറിനടിയിൽ ദമ്മിനകത്ത് അതുകൂടെ സെറ്റ് ചെയ്യാം. അപ്പം
ചോറിന് കുറച്ച് ടേസ്റ്റ് ഉണ്ടല്ലോ കറി തീർന്നാലും. അങ്ങനെ ദേ സോയാബീൻ വെന്തുകൊണ്ടിരിക്കുന്നു. വെന്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ദേ ഞാൻ ഇത് മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഇത് പിഴിഞ്ഞ് എടുത്തിട്ട് മസാല പുരട്ടി വെക്കും. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തേച്ചിട്ട്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് സെപ്പറേറ്റ് ആക്കി, വെളുത്തുള്ളി വേറെ ഇഞ്ചി വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാറാണ് പതിവ്. എടുക്കാൻ എളുപ്പമാണല്ലോ. നമ്മുടെ ചിക്കനൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. എല്ലാം സെറ്റ്. ദേ ഈ സവാള അരിഞ്ഞ് ചോറിന് വേണ്ടിയിട്ടുള്ളത് ഫ്രൈ ചെയ്യണം. ഓക്കെ, ദേ മസാലകളൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ജസ്റ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കർ അടച്ചു വെക്കാം. എല്ലാം വറുത്ത് വന്ന പാർട്സില്ലേ, വറുത്ത പാർട്സിൻ്റെ ബാക്കിയാണ്. അതായത് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ, മാംസമുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് എല്ല്, കരള്, കൊമ്പ് അങ്ങനെ എല്ലാം കൂടെ ഉള്ളതാണ്. ഇവിടെ കുക്കറൊക്കെ അടച്ച് സെറ്റാക്കി ഇനി നമുക്ക് വേവിക്കാം. സവാള ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. അത് വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, ഈ സവാള ഇത് ഞാൻ സോയാബീൻ ഉണ്ടാക്കിയ പാത്രമാണ്. അപ്പം ഈ സവാള ഇതിൽ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് സവാള റെഡിയായി വരണം. നമ്മുടെ സവാള ആയി വരുന്നുണ്ട്. എണ്ണ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ചിക്കൻ വെന്ത് ഓഫാണ്. സോയാബീൻ ആണെങ്കിൽ ഞാൻ വേവിച്ച് കഴുകിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അല്ലാത്ത മസാല എല്ലാം ചേർത്തിട്ട് എയർ ഫ്രയറിനകത്ത് വെച്ചിട്ടുണ്ട്. ചോറിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ തന്നെ ഞാൻ വെള്ളം വെച്ച് കഴിച്ചു. വേറെ പാത്രമൊന്നും എനിക്കറിയത്തില്ല എവിടെ ഇരിക്കുന്നത്. ഇതിൽ വെച്ചു. ഇതിൽ ഞാൻ എപ്പോഴും വെക്കുന്നത്. ഈ സവാള ഇങ്ങനെയായി. വീട് നമുക്ക് കുറച്ച് ക്ലീൻ ചെയ്ത് തുടങ്ങാം. ആദ്യം സിറ്റ് ഔട്ടിന് തുടങ്ങി. അറിയില്ല, 1 മണിയായി. 3 മണിക്ക് അലാറം വെക്കണം. കാരണം 3 മണി 3:15 ആകുമ്പോൾ എനിക്ക് ഇറങ്ങണം. ഡാൻസ് ക്ലാസ് ഉണ്ട് 4 മണിക്ക്. അതുവരെയുള്ള പണി ചെയ്യാം, ബാക്കി പണി വന്നിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സോ ക്ലീൻ ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കത്തില്ല. വെറുതെ എന്തിനാണ് മെമ്മറി കളയുന്നത്. ഓൾ ജസ്റ്റ് ബാക്കി പണികൾ ഞാൻ ചെയ്യട്ടെ. ബൈ. നമ്മുടെ ചിക്കൻ കറി അടുത്ത തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ ഗായ്സ്. നമ്മുടെ അരി നല്ല കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇത് കഴുകി ഇനിയും അത് തിളച്ച് വരുമ്പോൾ അതിലോട്ടിടാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മറ്റേ ഫ്രൈ ചെയ്ത് സോയാബീൻ ഇങ്ങനെ ചുമ്മാ ഇട്ട് കൊടുക്കാം. നമ്മളിതിങ്ങനെ ഇട്ടിട്ടുണ്ട്. നെയ്യോ ഇച്ചിരി ഉള്ളു ഇതിനകത്ത്, ബാക്കി വേറൊരു പാത്രത്തിൽ ഇരിക്കും. എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചോറ് അടുത്ത ലെയർ ഇട്ടു. നമുക്ക് സവാള കാരമലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെയല്ല ചെയ്യാറ്. തവണ എണ്ണ കുറവായതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ബാക്കി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഗൈസ്. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചൂടാക്കും. അപ്പോൾ അത് സെറ്റായി വരും. അത്രേ ഉള്ളൂ. എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി ചോറെടുത്ത് കഴിക്കാം. ഞാനിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കട്ടെ. ഞാൻ ഫോൺ പോയി ചാർജിലിടട്ടെ. ഓക്കെ, ബൈ. ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞു. നല്ല തിരക്കായിപ്പോയി. ദേവിയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നമ്മുടെ ചോറിന് ഇത്രയും കൂടെ ഉള്ളു. നാളെ അവനൊരു നേരത്തെ കൂടെ ഉണ്ട്. ഓക്കെ, ഡൺ. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ക്ലീനിങ് ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ രാവിലെ 7:30 എണീച്ച് ഇതുവരെ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ 10 മണിയായി. അപ്പോൾ നമുക്ക് ഒരു ഏത്തക്കയും തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാം. ബൈ. ഞങ്ങളിതേ സാധനം മേടിക്കാൻ വേണ്ടി പോവാം. റിലയൻസിൽ വല്ലതും പോയി മേടിച്ചിട്ട് വരാം. ബൈ. നെക്സ്റ്റ് ഡേ ആയി. സാധനം എല്ലാം മേടിച്ചിട്ട് പറക്കി വെച്ചു. ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. ഇന്നെങ്കിലും ഞാൻ ക്ലീൻ ചെയ്യും. മടിയുടെ എക്സ്ട്രീം വെർഷൻ തന്നെ പിടികൂട്ടിയെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോവാം.
രാവിലെ ഇന്നലെ ഇതുപോലെ ഞാൻ പറഞ്ഞേ, രാവിലെ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുക, ക്ലീൻ ചെയ്യുക, എന്നിട്ടേ ഇന്ന് എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ വാശിയാ. ഓക്കെ ബൈ. ചതയ്ക്കാൻ വേണ്ടിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിക്കുവാണ്. ഇതേ ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയും അടുക്കളയും വൃത്തിയാക്കി ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് കഴിയുമ്പം എല്ലാം ഡൺ. പിന്നെ ബാത്റൂമും കഴുകണം. ഇഞ്ചി ഞാൻ ദേ ഓരോന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക. കുറേ നേരത്തെ പണിക്ക് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി നമുക്ക് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്യാം ഗൈസ്. ഓക്കെ, തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് എല്ലാവരും തൂത്ത് വൃത്തിയാക്കി. ഇനി 3 ബാത്റൂം കഴുകാനുണ്ട്. പിന്നെ ഇവിടെ വാഷ് ബേസിൻ്റെ അവിടെയും സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആക്റ്റീവായിട്ട് എണീറ്റിട്ടുണ്ട്. ഇന്നലെ എൻ്റെ റൂമിലെ ബാത്റൂം ക്ലീനാക്കി. പിന്നെ തുണിയെല്ലാം രാത്രിയിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു. താഴത്തെ ബാത്റൂമും മേളത്തെ അനീൻ്റെ റൂമിലെ ബാത്റൂമും ക്ലീനാക്കണം. ഓക്കെ, അതെ. രാവിലെ മാംഗോ, പിന്നെ വാട്ടർമെലൺ കുടിച്ചു, കുറച്ച് മൂങ് ദാൽ കഴിച്ചു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഡേ. ഗൈസ്, രാത്രി ഉറങ്ങാൻ നേരം തന്നെ രാവിലെ എണീറ്റ് പാസ്ത കഴിക്കണം എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ അമ്മ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു പാസ്ത ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാണ്. അങ്ങനെ ഇഞ്ചി പേസ്റ്റ്, പച്ചമുളകെല്ലാം സൺഫ്ലവർ ഓയിലിൽ നല്ലപോലെ വഴറ്റിയെടുത്തു. അതിന് മുന്നേ പാസ്ത ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സവാള ഇട്ടു. സവാള ചെറുതായിട്ട് കുറച്ച് മതി. സവാള ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ഇടാം. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എൻ്റെ എക്സ്ട്രാ പൊടിക്കൈ പോലെ ഞാൻ കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ പെപ്പർ പൗഡർ ഇട്ടു. പിന്നെ ഞാൻ വേവിച്ച് വെച്ച തക്കാളി അരച്ചിട്ട് തിളപ്പിച്ചെടുത്തു. അതിനകത്തും കുറച്ച് മസാല ഇട്ടു. കാരണം എനിക്ക് ഇതിനകത്ത് കുറച്ച് സ്പൈസ് വേണം. ഒത്തിരി ക്രീമി ചീസി എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതിനകത്തും കുറച്ച് പെപ്പർ പൗഡർ ഇട്ട മസാലാസൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചീസ് ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. ഫ്രഷ് ക്രീം നല്ലപോലെ ആഡ് ചെയ്ത് എനിക്കിതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങനെയൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു അളവ് കാര്യങ്ങളനുസരിച്ചിട്ടാണ്, എൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഞാൻ എല്ലാം ഇടുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി എടുത്തു. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അമ്മ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോയുടെ ഒരു പ്യൂരി ഉണ്ട്, അതും കൂടി ഇടും. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ തക്കാളി അരച്ച് ചേർത്തത്. എന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ പാലും കൂടെ ആഡ് ചെയ്തു. കുറച്ച് മാത്രം പാല്. എന്നിട്ട് പാസ്തയ്ക്കകത്ത് ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടാക്കി എടുത്തു. എന്നിട്ട് എനിക്ക് കുറച്ചുകൂടെ ചീസ് വേണമെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ചീസ് ഇട്ടു. അനിയനാണെങ്കിൽ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് അവൻ എഗ് കൂടെ തോരൻ പോലെ ആക്കിയിട്ട് അതുകൂടെ ആഡ് ചെയ്തു. പക്ഷെ അതൊരു നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ചീസി പാസ്ത റെഡിയായി. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുന്ന പോലെ ചില്ലറക്കാരനല്ല, നല്ല സ്പൈസി ആട്ടോ. വൈകിട്ടാണെങ്കിൽ ബാക്കി വന്ന പാസ്ത ചീസ് വെച്ചിട്ട് എയർ ഫ്രയറിൽ ബേക്ക് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഒരുപാട് ചീസ് ഓവർലോഡായിരുന്നു. ഞാൻ ആലൂട്ടിക്ക് എയർ ഫ്രയറിൽ വെച്ച് കഴിച്ചു. രാവിലെ തന്നെ നല്ല മഴയാണ്, കണ്ട, നല്ല കോൾഡ് വെതർ. രാത്രി ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് പോയതാ. ഒരുത്തൻ കാണിച്ചു വെച്ച പണിയുണ്ടോ? ഇതിപ്പോൾ ഞാൻ സോയാബീൻ കറി വെക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. ഇത് കണ്ടോ, മൊത്തം ക്ലീൻ ആക്കിയതാ. ഒരുത്തൻ്റെ പണിയാണ്. ഇനി ഇത് ക്ലീൻ ആക്കണം. ഇത് കണ്ടു ഗൈസ്, കഴിഞ്ഞ ദിവസം റിലയൻസും സ്മാർട്ട് ബസാറില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ച മധുരക്കിഴങ്ങ. ഇത് സോയാബീൻ കറി വെക്കാൻ വെച്ചിരുന്നു. ഇത് വെക്കുക. അത് മുറിച്ചപ്പം പകുതി മുക്കാൽ ഭാഗവും ഇങ്ങനെയാണ്. ഞാൻ മുറിച്ച് നോക്കിയത് നന്നായി എന്ന് വിചാരിച്ചു. കണ്ടോ, ഇത്രയും കൊള്ളാത്ത സാധനങ്ങളൊക്കെ എന്തിനാ ഇവർ പിന്നെ വിൽക്കാൻ വെക്കുന്നത്? ഇത് കണ്ടോ. ഞാൻ പിന്നെ അതിനകത്ത് ലാസ്റ്റ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പണ്ടാരടങ്ങാൻ എന്തേലും വല്ല അസുഖം വന്നാലെന്ന് പറഞ്ഞ് തിളപ്പിക്കാൻ വെച്ച്. ഇതിങ്ങനെ ഇനി ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യണം. രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ മൂഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തിരുന്നത്. ഒരുത്തം വെളുപ്പാങ്കാലത്ത് വിശപ്പ് കയറുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പണിഞ്ഞിടുന്നേ ഇതൊക്കെ. ഇത് പിന്നെ ഇപ്പം എനിക്ക് സ്ഥിരമാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറയും, എടാ ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ട് പോകുന്നയാ. പിന്നെ പാവം വിശന്നിട്ടല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ ക്ഷമിച്ചു.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് എടുക്കുന്ന കാര്യം മറന്നു. ഇന്നലെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തതേ ഇല്ല. രാവിലെ തൊട്ട് നല്ല മഴയൊക്കെ തോന്നി ഇങ്ങനെ ഇരിക്കുന്നു. നല്ല വിശപ്പ്. അപ്പം ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരട്ടെ. രാവിലെ എണീറ്റ് വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ബെഡ് സെറ്റാക്കിയിട്ട് നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് അടിക്കാം. അപ്പോഴത്തേക്ക് മധുരക്കിഴങ്ങ് റെഡിയാവും. എന്നിട്ട് അതും കഴിച്ചിട്ട് നമുക്ക് സോയാബീൻ കറി ഉണ്ടാക്കാം. മധുരക്കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോഴേ വിചാരിച്ചത് സവാള കുറച്ച് എടുത്തിട്ട് മുളക് പൊടിയും കലക്കി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ മുളക് പൊടി കലക്കി കഴിക്കാമെന്ന്. ടേസ്റ്റ് കോമ്പിനേഷൻ എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഞാൻ കഴിച്ചു നോക്കി ഗായ്സ്. കിടിലൻ ടേസ്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ കോംബോ. എന്താണെന്നറിയത്തില്ല, കിടിലൻ ഒരു കോമ്പിനേഷൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കറിയില്ല, കിടിലൻ ടേസ്റ്റോ ഇതൊന്നും പറയാനില്ല. ഇങ്ങനെ എടുത്തങ്ങോട്ട് കഴിക്കണം. ടേസ്റ്റ് കൊണ്ട് പാത്രം വരെ വടിച്ച് നക്കിയ ഗൈസ് ഞാൻ. അപ്പം ഞാൻ സവാളയും തക്കാളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, കടുക്, പിന്നെ മല്ലിയില എല്ലാം ഇട്ട് വഴറ്റാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരുന്നതാണ്. ഇത്ര ആയിട്ടുണ്ട്. കുറച്ചുകൂടെ വയളട്ടെ. ഇതാണ് നമ്മുടെ സോയാബീൻ വെന്ത് വന്നതാണ്. വെന്തതാണ്. കുറച്ചൊരു 5-10 മിനിറ്റ് ഞാൻ വേവിച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചത് നമുക്ക് നമ്മുടെ കറിക്കകത്തിടാം. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പിന്നെയും ഫ്രിഡ്ജിൽ വെച്ചു, എന്നാലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇതിതുവരെ അലിഞ്ഞിട്ടില്ല കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഇന്നലെ നമ്മൾ പുറത്ത് വെക്കുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അത് നല്ലപോലെ അലിഞ്ഞു. ഇതിപ്പോഴും ഐസാണ് ഗൈസ്. അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. കണ്ടോ, അങ്ങനെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടില്ല, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ബീഫ് മസാല, കുറച്ച് ചിക്കൻ മസാല ഇത്ര ഇട്ടു. നമുക്ക് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം തിളപ്പിച്ചിട്ട് നമ്മുടെ സോയാബീൻ അതിനകത്തിടാം. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. അതെ, വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. തിളച്ച് വന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാന്നല്ല, തിളച്ച് വന്നിട്ട് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതെ ഇത് തിളയ്ക്കുന്നുണ്ട്. ഞാൻ സോയാബീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഗൈസ്. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇളക്കുക. മിക്സ് മിക്സ് മിക്സ്. കുറച്ച് ചപ്പാത്തിയും കൂടെ ചൂടാക്കി ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് വെച്ചിട്ട് ഞാൻ തിരിച്ചിടാൻ വേണ്ടി നോക്കും. നടക്കത്തില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വെച്ച് തിരിച്ചിടണം. സക്സസ്ഫുൾ ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, ഡൺ. നമുക്കിനി ഇവിടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാം. കണ്ടോ, ഇവിടെ ഇത്രയും ക്ലീനായി. ഇനി ഇത്ര പകുതിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് പാത്രം കൂടെ ഉണ്ട്, അതോടെ കഴുകാം. അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കുത്തിയിരിക്കാം. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. രാവിലത്തെ അല്ല, ഇന്നത്തെ ഫുൾ പണി കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പം മഴ കുറവാണ്, എന്നാലും ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും റീലിൻ്റെ എടുത്ത് വെച്ചിരുന്ന ഫോട്ടോയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പുതിയ റീലെടുക്കണം. അങ്ങനെ
ഫാൻ ഫുള്ള് പോയി. എന്നിട്ടും വീണ്ടും എടുക്കുക. ഇതിപ്പം ഫുള്ള് പോയതുകൊണ്ടാണ് ഇതുകൊണ്ട് കഴുകുന്നത്. വീണ്ടും എടുക്കുന്നതെന്ന് വെച്ചാൽ ചപ്പാത്തിയൊക്കെ ഇതിനകത്ത് ചൂടാക്കുമ്പം, അല്ലെങ്കിൽ ചപ്പാത്തി ചൂടാക്കുന്ന പാത്രം പന്നലായിരുന്നു. ചൂടാക്കി ഇങ്ങനെ ആയത്. വേറൊരു ഇതുണ്ട്, ഒരു കല്ല് പോലത്തെ സാധനം ഉണ്ട്. പക്ഷെ അത് നല്ലതായതുകൊണ്ട് പിന്നെ എടുത്തില്ല. ഞാൻ രാവിലെ വെറുതെ പാത്രം കഴുകി. ഇപ്പോഴും കുറേ പാത്രങ്ങളുണ്ട്. പിന്നെ എന്തിനാ ഞാൻ കഴുകുന്നത് എനിക്കെന്ന് അറിയത്തില്ല. വേസ്റ്റ് ഉണ്ട് പറയാൻ. ഇത് കാലും കൊണ്ട് ഇങ്ങനെ തുറന്നു. എല്ലാം മുറ്റമൊക്കെ വൃത്തികേടായിട്ട് കിടക്കുക. ഇവിടെ എല്ലാം വൃത്തിയാക്കാം. നല്ല പോലെ വെള്ളം കുടിക്കുക. മഴ വരുന്നെന്ന് തോന്നുന്നു. ചാവും ഇപ്പം. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ യൂട്യൂബിലെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചു നേരം വെറുതെ ഇരിക്കാം. ഓക്കെ, ബൈ. ഇത്രയും നേരം വെറുതെ ഇരുന്നിട്ടേ ചുമ്മാ റീലൊക്കെ എടുത്ത് കുറേ നേരം ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചുമ്മാ ട്രാൻസിഷൻ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതേ ഡാൻസൊക്കെ ചെയ്ത് നല്ല വിയർത്തു. സോ കുളിച്ചിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി വന്നു ഗൈസ്. ഇനിയും എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങണം. ഞാൻ മറ്റേ ആലു ടിക്കിയില്ലേ, ആലു ടിക്കി എയർ ഫ്രയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 കഴിച്ചിട്ട് അത് കിടക്കാം. ഓക്കെ ഗൈസ്, ഇതോടെ കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങാം ഗൈസ്. അപ്പം അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും ചാച്ച, ബൈ ബൈ.